കോട്ടയം കോരത്തോട്ട് കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം വീടിന്റെ സിറ്റൌട്ടിൽ കയറിയ ആന വീട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. വൃദ്ധ ദമ്പതികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. വന്ന് നിന്ന് കുരുത്തത്തിൽ തുമ്പിക്കൈ പൊക്കിയില്ല. എല്ലാം രണ്ടുപേരും ഒന്നുപോലെ പിടിച്ചാനെ. ഞാൻ പിന്നെ പുള്ളിക്കാരെ വേഗം വലിച്ച് മുറിക്കാത്ത കയറ്റി വേണ്ട ചവിട്ടിയത് ആന. ഈ കാല ഇവിടെ കയറി ആ കുട ചവിട്ടി ഓടിച്ച് കമ്പി വളച്ച് പിന്നെ പോയ പോക്കിനെ അതെല്ലാം മറിച്ചിട്ടിട്ട് അപ്പുറത്ത് പോയി അവിടെ കുറേ വാഴയുണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ ഈ അപ്പുറത്തെ ഫോറസ്റ്റുകാർ വന്നു. ഒരു 10 മണി മുന്നേ വന്നു. ഞങ്ങളിവിടെ വന്ന് 50 വർഷമായി. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആപത്ത് വന്നിട്ടില്ല. ഇനി ഞങ്ങൾ ഈ കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. ടോബി വിവരങ്ങളുമായുണ്ട്. ടോബി, കോട്ടയം കോരത്തോട് ഇങ്ങനെ കാട്ടാന ശല്യമുള്ള സ്ഥലമാണോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അവരെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അനുജ, തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇതിന് തൊട്ടടുത്താണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ മരിച്ചത്. അതിന് സമീപത്തായിട്ട് തന്നെയാണ് ഈ കോരത്തോട് കൊമ്പുകുത്തി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ 2 വൃദ്ധ ദമ്പതികളാണ് താമസിക്കുന്നത്. അവരുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഈ കാട്ടാന കയറി വന്നു എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ദമ്പതികൾ ദാസനും പുഷ്പയും ആ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ അവസാനം അവർ ഈ റബ്ബർ ഷീറ്റുകൾ വീശി ശബ്ദമുണ്ടാക്കിയാണ് ഈ കാട്ടാനയെ ഓടിച്ചതെന്നും പറയുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വനം വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. കാരണം ഈ കൊമ്പുകുത്തി എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. അവിടേക്ക് നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്നത് ജനവാസ മേഖലയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ശക്തമായ ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അനുജ, കോട്ടയം കോരത്തോടാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി വീടിന്റെ സിറ്റൌട്ടിൽ ആന കയറുന്നു, കൃഷി നാശം വരുത്തുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.